സ്വാഗതം. CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ സൽപ്പേർ അല്പം മോശമാണ്. ഒപ്പം പലതരത്തിലുള്ള സമുദായ വിഭാഗങ്ങൾ CPM-നോട് അകന്നുകൊണ്ടിരിക്കുകയുമാണ്. BJP ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അവർ വളരെ വലിയ രീതിയിൽ വിലയിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. ആ സമയത്താണ് പുതിയ ഒരു പദ്ധതിക്ക് CPM മുന്നോട്ട് വരുന്നത്. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിൻ്റെ വിശപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും പണ്ട് കാലത്തൊക്കെ CPM അതിനെ നേരിട്ടിരുന്നത്. പിന്നീട് മലപ്പുറം സമ്മേളനത്തോട് കൂടിയിട്ടാണ് പത്രം വായിക്കുന്ന ആയിഷുമ്മയുടെയും പോക്കർ കാക്കയുടെയും ഒക്കെ ചിത്രം വെച്ചുകൊണ്ടും സദ്ദാം ഹുസൈനും യാസർ അറഫാത്തിനെയും ഒക്കെ പ്രചാരണ ആയുധമാക്കി CPM മുന്നോട്ട് വന്നത്. ആ കാലം കൂടി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ തീവ്ര വിഭാഗങ്ങൾ തലപൊക്കി കാസയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരികയാണ്. ഇത്തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോൾ സാമുദായികമായ അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു CPM-നെ നമ്മൾ സങ്കല്പിച്ചാൽ എങ്ങനെയിരിക്കും എന്നത് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ കാണാനിരിക്കുന്ന ഒന്നാണ് എന്നത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. ഒരു വശത്ത് BJP-യും മറുവശത്ത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഇതിനെല്ലാം പുറമെ കാസയും വിശ്വാസവേഷം കെട്ടി അണികളെ അടർത്തിക്കൊണ്ടു പോകുമ്പോൾ ഭക്തിമാർഗത്തിലേക്ക് തിരിയാൻ CPM-ഉം മുന്നോട്ട് വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിനായി സർവ മതസ്ഥരുടെയും ഉത്സവാഘോഷങ്ങളിൽ സജീവമായി ഇടപെടണമെന്നും ക്ഷേത്ര കമ്മിറ്റികളിലടക്കം പാർട്ടി അംഗങ്ങൾ ഇടം പിടിക്കണമെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ സഖാക്കൾക്കുള്ള നിർദ്ദേശം. സ്വത്വരാഷ്ട്രീയം ഉയർത്തിക്കാട്ടി ജാതി സംഘടനകളിൽ വേരുറപ്പിക്കുക വഴി ജാതീയമായി പിളർത്തുകയും വിഭാഗീയമായി ഏകോപിപ്പിക്കുകയും എന്ന RSS തന്ത്രത്തെ അതിജീവിക്കാൻ കഴിയുമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ പ്രവർത്തന റിപ്പോർട്ടിൽ അവർ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. SNDP, NSS തുടങ്ങിയ ജാതി സംഘടനകളുടെയും ദളിത് ആഭിമുഖ്യത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെയും നേതൃനിരയിൽ ഉൾപ്പെടെ CPM അംഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് CPM-ന് വലിയ സ്വാധീനമുണ്ടായിരുന്ന ആലപ്പുഴ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ചയ്ക്ക് കാരണം ജാതി സംഘടനകൾ പാർട്ടിയിൽ നിന്ന് അകന്നതാണെന്നുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അവർ വിലയിരുത്തിയിരിക്കുന്നത്. CPM-മായി SNDP അകന്നതിനാലാണ് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വോട്ട് വർദ്ധിച്ചത്. സ്ത്രീ വോട്ടർമാരെയാണ് NSS ലക്ഷ്യമിടുന്നത്. ക്ഷേത്രങ്ങളും ഉത്സവങ്ങളുമാണ് വനിതാ വോട്ടർമാരിലേക്കുള്ള വഴി എന്നാണ് RSS മുമ്പേ തിരിച്ചറിഞ്ഞത്. അതേ വഴി തന്നെയാണ് അണികളുടെ ചോർച്ച തടയാൻ പാർട്ടിക്കും അനുഗുണം എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തുൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകൾ CPM-ന് അനുകൂലമായിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിലെ മുഴുവൻ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം 100,000-ന് മുകളിലായിരുന്നു. മുസ്ലിം സമൂഹത്തിൽ വേരോട്ടം ഉണ്ടാക്കാം എന്ന പ്രതീക്ഷകളെയാണ് ഈ ഭൂരിപക്ഷം തല്ലിക്കെടുത്തിയത്. ജമാഅത്തെ ഇസ്ലാമി, SDP തുടങ്ങിയ സംഘടനകൾ മുസ്ലിം ലീഗിന് നൽകിയ പിന്തുണയും രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വവും കോൺഗ്രസ് ആണ് ദേശീയ ബദൽ എന്ന പ്രതീക്ഷയുമാണ് UDF ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള കാരണം. അതിനാൽ മതരാഷ്ട്രവാദികളായുള്ള UDF ചങ്ങാത്തം തുറന്നുകാട്ടി മതനിരപേക്ഷ വോട്ടുകൾ സമാഹരിക്കണമെന്നും റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നു. പൗരത്വ വിഷയത്തിലെ CPM നിലപാടും പ്രതിഷേധവും ലീഗ് ആഭിമുഖ്യമില്ലാത്ത മുസ്ലിങ്ങൾക്കുള്ളിൽ പാർട്ടിയുടെ താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ മഹല്ലുകളിൽ ഉൾപ്പെടെ പാർട്ടി അംഗങ്ങളുടെ നിരന്തര ഇടപെടൽ സാധ്യമാക്കണമെന്നും പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു. അതേസമയം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തെന്നും പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്. എന്നാൽ മുസ്ലിം വിരോധം മറയാക്കി കാസ എന്ന തീവ്ര ക്രൈസ്തവ സംഘടനയെ RSS കളത്തിൽ ഇറക്കിയതോടെ മാണി കോൺഗ്രസിൽ നിന്നുൾപ്പെടെ കുറെ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയാകുവാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ കാസ. അതിനാൽ ക്രൈസ്തവ ആരാധനാലയങ്ങളിലെ മതസംഘടനകളോട് ചേർന്ന് അണികൾ സജീവമാകണമെന്നും പ്രവർത്തന റിപ്പോർട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും CPM-ന്റെ ഈ റിപ്പോർട്ട് അണികൾക്കിടയിലേക്ക് പ്രവർത്തനക്ഷമത്തിനായി ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും CPM മറ്റൊരു മതമേലങ്കി എടുത്തണിഞ്ഞ ഒരു പാർട്ടിയെ പോലെ പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ പരമ്പരാഗതമായി രാഷ്ട്രീയ പാർട്ടികൾ കൈവശം വെച്ചിരിക്കുന്ന സാമുദായിക വോട്ടുകൾക്ക് മേൽ എല്ലാ പാർട്ടികളും ഒരേപോലെ കണ്ടുവെക്കുമ്പോൾ കിടമത്സരം തന്നെ ഈ മേഖലയിൽ നടക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒപ്പം വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കത്തിരുന്നു കാണാം. waytonikah.com, the exclusive Muslim matrimonial site.